നമസ്കാരം. ഞാനിന്ന് 2 ദിവസത്തിന് ശേഷമാണ് ഒരു വീഡിയോ ഇടുന്നത്. അത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. നമ്മുടെ പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് ദേശീയപാത ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടക്കുന്ന രാഷ്ട്രീയ പൊല്ലാപ്പുകളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാനിന്നിടുന്നത്. അത് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു രാജ്യത്ത് ഒരു 2 സർക്കാരുകളാണുള്ളത്. അതായത് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരുകളും യൂണിയൻ ഭരിക്കുന്ന സർക്കാർ, അതായത് കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ എന്നിങ്ങനെ 2 സർക്കാരുകളാണ്. ഇവർ സംയോജിച്ചാണ് രാജ്യം ഭരിക്കുന്നത്. ചില അവകാശങ്ങൾ അതായത് സംസ്ഥാന സർക്കാരുകൾക്കുണ്ട്. അതെന്നാ പ്രോട്ടോക്കോളായാലും അത് ആ പ്രോട്ടോക്കോൾ അംഗീകരിച്ചേ മതിയാവുകയുള്ളൂ. അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും അതിൻ്റെ തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാരായാലും മന്ത്രിമാരായാലും, മന്ത്രിയായി കഴിഞ്ഞാൽ ആ രാഷ്ട്രത്തിന് അവകാശപ്പെട്ടതും അതായത് സർക്കാരുകൾക്ക് അവകാശപ്പെട്ടതാണ്. ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് മാത്രം, അതായത് ഏത് രാഷ്ട്രീയ പാർട്ടിയും ആയിക്കോട്ടെ, ഇവിടുത്തെ പൊതുജനം എന്ന് പറയുന്നത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും എല്ലാ ആൾക്കാർക്കും വേണ്ട ഒരു സർക്കാരാണ്. അതായത് നമ്മളെ ഭരിക്കുന്നത്, അതായത് നമ്മുടെ ആവശ്യങ്ങളെ അംഗീകരിക്കുന്നതിന് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളെ ക്രമപ്പെടുത്തുന്നതിനും വേണ്ടി രൂപീകരിക്കുന്ന ഒരു ബോഡിയാണ്. അതായത് നമ്മളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ. അതായത് നമ്മളെ ഭരിക്കുന്നതിന്, അതായത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്ന 2 ബോഡികളാണ് ഈ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും. ഒന്ന് സാധാരണപ്പെട്ട എല്ലാ ആൾക്കാർക്കും അറിയാം. ഇവിടുത്തെ സംഘികൾക്കതറിയാമോ എന്നറിയത്തില്ല. എങ്കിലും ഞാൻ ഇന്നത്തെ ഒരു 2 വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. കാരണം ഇവിടുത്തെ 2 സംഘി പൊട്ടന്മാർ, അവർക്ക് അതിൻ്റെ തീക്ഷ്ണത എന്താണെന്ന് ഇന്നും മനസ്സിലാകാത്ത 2 സംഘികളാണത്. നമ്മുടെ കേരളത്തെ നയിക്കുന്ന BJP ഘടകത്തെ നയിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു ബ്യൂറോക്രാറ്റ്. അയാൾ മലയാളിയാണെന്ന് പറഞ്ഞാലും മലയാളം നന്നായിട്ട് സംസാരിക്കാൻ പോലും അറിയാത്ത മലയാളിയാണ്. പിന്നെ ഒരു മരവാഴ. അവൻ എവിടെ ചെന്ന് പറഞ്ഞാലും മരവാഴത്തരവേ പറയുള്ളൂ. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മന്ത്രിയെ മരുമകനായതുകൊണ്ട് മന്ത്രി ആയതല്ല. ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട് അധികാരത്തിൻ്റെ, അത് പാർട്ടി ബേസ്, എല്ലാവരും പാർട്ടി ബേസിലാണല്ലോ മത്സരിച്ച് ജയിക്കുന്നത്. അല്ലാത്ത സ്വതന്ത്രന്മാരും ഒക്കെ ഉണ്ട്, മന്ത്രിമാരും ഉണ്ട്. അത് മറ്റൊരു തലം, അത് പിന്നീട് നമുക്ക് സംസാരിക്കാം. പക്ഷേ ഈ മരവാഴ, ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ലാത്ത മരവാഴകൾ നിന്ന് എന്താണ് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട് വിട്ട 2 പ്രതിനിധികളെ അമ്മായിയപ്പനും മരുമോനും എന്നൊക്കെ സംബോധന ചെയ്യാൻ ഈ മരവാഴയ്ക്കൊക്കെ എങ്ങനെയാണ് ഇനിയെങ്കിലും എന്നാണ് ബോധം ഇവൻ ഒക്കെ വയ്ക്കുന്നത് എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. കാരണം ഇവനൊക്കെ ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാരുടെ അണികളാണെന്നുള്ളതാണ് അതിന് രസകരമായൊരു സംഭവം. കാരണം ഇവിടെ രാജീവ് ചന്ദ്രശേഖരല്ല ഇവിടുത്തെ മുഖ്യമന്ത്രിയെ ക്ഷണിക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള നോട്ടീസുകൾ പുറപ്പെടുവിക്കുകയോ ഒക്കെ ചെയ്യുന്ന BJPയുടെ രാജീവ് ചന്ദ്രശേഖർ ഇവിടുത്തെ പബ്ലിക്കിന്, അതായത് പൊതുജനത്തിന് ആരുമല്ല എന്നുള്ളത് രാജീവ് ചന്ദ്രശേഖർ മനസ്സിലാക്കുക. ഈ ചന്ദ്രശേഖർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, താങ്കളുടെ BJP ഘടകത്തിന് മാത്രം നേതാവാണ്. ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് മൊത്തത്തിനും താങ്കൾ നേതാവല്ല. താങ്കൾ നേതാവാകണമെന്ന് വരികയും ഞങ്ങളെപ്പോണക്കുള്ള ആൾക്കാരുടെ ഇലക്ഷനിൽ നിന്ന് വോട്ട് വാങ്ങിച്ച് ജയിച്ചതിന് ശേഷം ഞങ്ങൾ നിങ്ങളെ അംഗീകരിക്കാം നേതാവായിട്ട്. ഇപ്പം നരേന്ദ്രമോദി ഞങ്ങളുടെ ഒരു, അതായത് ഇന്ത്യയുടെ ഭരണാധികാരിയും രാഷ്ട്രീയത്തിൽ നിന്ന് വന്ന് ഞങ്ങളെ ഭരിക്കുന്ന പ്രധാനമന്ത്രിയൊക്കെയാണ്. അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ ഞങ്ങളുടെ മന്ത്രിയായിട്ടോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയായിട്ടോ ഒക്കെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി പലതുമായിരിക്കാം, എങ്കിലും ഞങ്ങളുടെ സാമാന്യ ബോധം വെച്ച് ഞങ്ങളെ ഭരിക്കുന്നതായതുകൊണ്ട് ഇനിയിപ്പോൾ BJPക്കാരുടെ മാത്രം പ്രധാനമന്ത്രിയാണോ എന്ന് ഞങ്ങൾക്കറിയത്തില്ല. ഞങ്ങളുടെ ധാരണ
ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്നാണ് ഞങ്ങൾ അറിയപ്പെടുന്നത്. ഈ പ്രോട്ടോക്കോളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പ്രധാനമന്ത്രി വന്നിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസംഗം നടത്താനല്ല വരേണ്ടത്. അതിന് വേറെ വേദികളൊക്കെ അതായത് രാഷ്ട്രീയ പാർട്ടികളുടെ ചെലവിലാണ് വരേണ്ടത്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ അതിൻ്റെ ചിലവിൽ ഇവിടെ ഒരു ആവശ്യത്തിന് വന്ന് അതിൻ്റെ പിറകെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ഞങ്ങൾക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം ഇപ്പം സ്വാഭാവികമായിട്ടും നടന്നു പോകുന്നതായതുകൊണ്ടാണ് പൊതുജനം ആരും അതും മിണ്ടാത്തതും പറയാത്തതും എന്നുള്ള ഒരു ധാരണ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടായാൽ നല്ലത്. ഇത് കാലാകാലങ്ങളായി തുടർന്ന് വരുന്ന ഒരു പിന്തുടർച്ചയാണെന്നുള്ളത് കൊണ്ടാണ് ആൾക്കാരും മിണ്ടാത്തത്. പക്ഷേ ഇന്നത്തെ ജനാധിപത്യത്തിൽ ഇതൊന്നും ഒരു പ്രോട്ടോക്കോളിൻ്റെ ഭാഗങ്ങളല്ല. ജനാധിപത്യത്തിൽ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനം നടത്തണമെന്ന വരിയിൽ അദ്ദേഹത്തിന് ഒരു കാരണവശാലും കഴിയില്ല എന്നുള്ളതാണ്. കാരണം അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയൊക്കെയാണ്. അതേപോലെ റിയാസ് ഒരു മരുമകനല്ല, അത് പിണറായിക്ക് മാത്രമാണ് മരുമകൻ. താങ്കൾക്കോ താങ്കളുടെ പാർട്ടി നിശ്ചയിക്കുന്ന ആൾക്കാർക്കോ ഒന്നും മരുമകനല്ല അദ്ദേഹം മരുമകൻ്റെ റോളിലല്ല കേരള നിയമസഭയിൽ ഇരിക്കുന്നത് എന്നുള്ളത് ഈ മരവാഴകളൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പം ഈ മരവാഴകൾക്കൊക്കെ എങ്ങനെയൊക്കെ മറുപടി കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം രാഷ്ട്രീയ നിരീക്ഷകൻ എന്നതിലുപരി ഞാനൊരു ഈ രാജ്യത്ത് ഉള്ള ഒരു പൗരനെന്ന നിലയിലാണ് നിങ്ങളോടിത് പറയുന്നത്. മറിച്ച് അവർ CPM ആയാലും CPI ആയാലും ഇങ്ങനത്തെ പരിപാടികൾ കാണിച്ചാലും നമ്മളിതൊക്കെ തന്നെ പറയുള്ളൂ. അതിന് നിങ്ങൾ നമ്മളോട് വിരോധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടോ കാര്യമില്ല. ഇതിനു മുമ്പേ ഈ രാഷ്ട്രീയ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ ശിശുമരണ നിരക്കിനെ കുറിച്ചൊക്കെ ഒരു അജ്ഞത അല്ലെങ്കിൽ അതായത് എന്താ ഒരു സിനിമയിൽ എന്താ പറയുക, ഈ ശകലമെങ്കിലും വിവരമുണ്ടായിരുന്നെങ്കിൽ എന്തോ വിവരക്കേടുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ. അതിനെക്കുറിച്ച് ഞാനധികം സിനിമ കാണാറില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അതൊക്കെ അത് മൈൻഡിൽ നിൽക്കാത്തത്. എന്തുവാ അത് ഞാൻ ഓർക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ ഓർക്കുമ്പോൾ പറഞ്ഞോളാം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികളാണ് ഈ രാജ്യത്തെ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിൻ്റെ നേതാക്കന്മാരൊക്കെ. ശിശുമരണ നിരക്ക് എന്താണെന്ന് പോലും അറിയാത്ത വ്യക്തികളെയൊക്കെ സാധാരണ ഇവിടുത്തെ 1-ാം ക്ലാസ്സിനും 2-ാം ക്ലാസ്സിനും പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ശിശുമരണ നിരക്കിൻ്റെ ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് അദ്ദേഹം ഇവിടുത്തതായി പറയുന്നത് ഇവിടുത്തെ പിന്നെ യുവജനങ്ങൾ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ടാണെന്ന്. അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. ശിശുക്കൾ ഉണ്ടാകുന്നത് അതായത് ഒരു 3 വയസ്സോ അങ്ങനെ ഒരു പ്രായം പറഞ്ഞിട്ടുണ്ട്. 3 ആണോ 5 ആണോ അതെനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, എങ്കിലും ഞാനത് പറയാം. ജനനം മുതൽ 3 മുതലോ 5 വരെയുള്ള വയസ്സിനിടയിൽ മരിച്ചു പോകുന്ന കുട്ടികളുടെ മരണക്കണക്കാണ് ശിശുമരണ നിരക്ക്. അല്ലാതെ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോയത് കൊണ്ട് ഇവിടെ കുട്ടികൾ ഉണ്ടാകാതെ ഇല്ല. ഒരു കുട്ടിയെ ഉള്ളതിലും അത് 5 വയസ്സ് വരെ മരണം നടക്കുന്നില്ല എങ്കിൽ അത് ശിശുമരണ നിരക്കിൻ്റെ ആനുപാതികത്തിൽ ഉൾക്കൊള്ളുന്നതാണ്. ഇതുപോലെ ഞങ്ങളെപ്പോലൊക്കെ ഉള്ളവരൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർക്കൊക്കെ പറഞ്ഞു തരണമെന്ന് പറയുമ്പോൾ ഭയങ്കര അത്ഭുതമാണ് ഞങ്ങൾക്കൊക്കെ. അതുപോലെ നിങ്ങൾക്കറിയാൻ മേലാത്ത ആൾക്കാരായതുകൊണ്ടാണ് നിങ്ങളോട് ഇതൊക്കെ പറയുന്നത്. അപ്പം ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, ഒരു സംസ്ഥാനം കൂടി കടന്നു പോകുന്ന ഒരു റോഡ് ഉദ്ഘാടനം ചെയ്യാൻ, അത് കേന്ദ്ര സർക്കാരിൻ്റെ അണ്ടറിലുള്ളതാണെങ്കിലും ഒരു സംസ്ഥാനത്തിൻ്റെ കീഴിൽ കൂടി പ്രോപ്പർട്ടിയിൽ കൂടി കടന്നു പോകുമ്പോൾ ആ നാട്ടിലെ മുഖ്യമന്ത്രിയും ആ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരും സെക്രട്ടറിമാരും ഒക്കെ ആ ഫംഗ്ഷനിൽ ഉണ്ടാകണമെന്നത് പ്രോട്ടോക്കോളാണ്. അല്ലാതെ താങ്കൾ BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെ ആ വേദിയിൽ ഇരുത്തുകയും അദ്ദേഹം ഒരു രസകരമായ ഒരു മറുപടി, മുൻമന്ത്രി, താങ്കൾക്ക് മുൻമന്ത്രി എന്നുള്ള ഒരു പദവി ഇപ്പം പ്രസൻറ്റിൽ ആരാണോ താങ്കൾ അതാണ്, അല്ലാതെ മുൻപ് എന്നുള്ള ഒരു വ്യാകരണം രാഷ്ട്രീയ പാർട്ടിയിലില്ല. അതെങ്കിലും താങ്കൾക്ക് മനസ്സിലാക്കണം. ഇപ്പം പ്രസൻറ്റിൽ ആരാണ് താങ്കൾ, അതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ BJPയുടെ ഒരു സംസ്ഥാന പ്രസിഡന്റ് മാത്രമാണ്. അതായത് BJP
എന്ന സംഘടനയിലെ അല്ലെങ്കിൽ അണികളുടെ ഒരു നേതാവ്, അത്രയേ ഉള്ളൂ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾ മറിച്ച് പിണറായി വിജയൻ അങ്ങനെയല്ല. 10 വർഷത്തിന് മുമ്പായിരുന്നുവെങ്കിൽ പിണറായിയോട് ഞങ്ങൾ പറയുമായിരുന്നു, നിങ്ങൾ CPM-ൻ്റെ ഒരു സെക്രട്ടറി എന്ന നിലയിൽ ഞങ്ങൾ ആ പാർട്ടിയുടെ ഏത് പാർട്ടിയായാലും അവരുടെ നേതാക്കന്മാരെ ഞങ്ങൾ ബഹുമാനിക്കും. പക്ഷേ അനാവശ്യമായി ഇടപാടുകൾ നടത്തുമ്പോൾ ഞങ്ങൾ ഇതുപോലൊക്കെ കാര്യങ്ങൾ സംസാരിക്കും. അപ്പം 10 വർഷത്തിന് മുമ്പായിരുന്നുവെങ്കിൽ ഞങ്ങളത് പറഞ്ഞതിന് പിണറായിക്ക് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. കാരണം പിണറായി ഒരു മെമ്പർ പോലും അല്ലാത്ത സ്ഥാനം, അതായത് ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടാതെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവെന്ന് മാത്രമേ നമുക്കതിനെ അഭിസംബോധന ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെയാണ് താങ്കളും ഈ പറഞ്ഞ സുരേഷ് എന്ന മരവാഴിയുമൊക്കെ. കാരണം രാഷ്ട്രീയം എന്താണെന്ന് നിങ്ങൾക്കിപ്പോഴും അറിയത്തില്ല. നിങ്ങൾ എന്തൊക്കെയൊക്കെ വിളിച്ചു പറയുന്നു. നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അതായത് നിങ്ങളെ 10 പേര് അറിയണം എന്നുള്ള ഒരു ധാരണയിലാണ് നിങ്ങളത് വിളിച്ചു പറയുന്നതെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. അപ്പം ഇതുമാതിരിയുള്ള ധാരണകളൊക്കെ നിർത്തുക. സുരേഷ് ആദി എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്കിപ്പം കാണിച്ചു തരാം. അത് കഴിഞ്ഞ് ഞാൻ മറ്റാ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാം. സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ബഹുമാന്യനായിട്ടുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിയെ വേദിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. മുഹമ്മദ് റിയാസിനെയും കൂടെ ക്ഷണിച്ചാൽ മാത്രമേ മുഖ്യമന്ത്രി പരിപാടിയിൽ പങ്കെടുക്കൂ എന്ന് പറഞ്ഞാൽ ഇതൊരു കുടുംബകാര്യമല്ല, ഇത് കേരളത്തിൻ്റെ പൊതുകാര്യമാണ്. കേരളത്തിൻ്റെ പൊതുകാര്യത്തിന് നേതൃത്വം നൽകുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തെ അതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇനി റിയാസിനെയും കൂടെ ക്ഷണിക്കണമെന്ന് അദ്ദേഹം PMOയിൽ നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിൽ റിയാസും കൂടെ ഉണ്ടെങ്കിലേ എനിക്ക് വേദിയിലെത്താൻ പറ്റൂ എന്ന് അദ്ദേഹം നേരത്തെ PMOയിൽ അറിയിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ PMO അത് കൺസിഡർ ചെയ്യുമായിരുന്നു. പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിൽ പങ്കെടുക്കേണ്ടതാണ്. അത് കേരളത്തിൻ്റെ ഒരു പ്രൈഡാണ്. കാരണം ആയിരക്കണക്കിന് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ കേരളത്തിന് വേണ്ടി സംഭാവന ചെയ്യുന്ന കേരളത്തിലെ മുഴുവൻ ജനതയുടെയും ഒരു വലിയ സന്തോഷം നൽകുന്ന ഒരു പരിപാടിയിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത്. അതിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് മുഖ്യമന്ത്രി പങ്കെടുക്കുകയാണ് വേണ്ടത്. അവരുടെ കുടുംബ പ്രശ്നമൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞങ്ങളൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് ബഹിഷ്കരിച്ചാൽ ഏതൊരു സംശയവും വേണ്ട, കേരളത്തിൻ്റെ വികസന പദ്ധതികൾ ഇത്തരത്തിലുള്ള തൊടുന്യായങ്ങൾ പറഞ്ഞ് ബഹിഷ്കരിച്ചാൽ നിങ്ങളെ ഈ ഇടതുപക്ഷ സർക്കാരിനെ, ഈ പിണറായി വിജയൻ സർക്കാരിനെ കേരളം ബഹിഷ്കരിക്കുന്ന നാളുകളാണ് വരാൻ പോകുന്നത് എന്ന് മാത്രമേ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളൂ. നിരവധി ദേശീയപാതയുമായിട്ട് ബന്ധപ്പെട്ട നിരവധി പദ്ധതികളുടെ ഒരു ഉദ്ഘാടനമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ദേശീയപാത ഇവിടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു കുടുംബത്തിൻ്റെ പാതയല്ലല്ലോ. അതിനല്ലേ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ എല്ലാവരെയും ക്ഷണിക്കണമെന്ന് ഏത് പ്രോട്ടോക്കോളാണ്? മുഖ്യമന്ത്രിയുടെ വീട്ടിലുള്ള എല്ലാവരെയും ക്ഷണിക്കണോ? കേരളത്തിനെ പ്രതിനിധീകരിച്ച് മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി അതിൽ പങ്കെടുക്കേണ്ടത് കേരളത്തിൻ്റെ ആവശ്യമാണ്. കേരളത്തിലെ എല്ലാ മന്ത്രിമാരെയും ക്ഷണിക്കണം എന്നൊക്കെ വാശി പിടിക്കാൻ അത് എനിക്കറിയില്ല, അതിനെക്കുറിച്ച് അറിയില്ല. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണോ കേരളം ഭരിക്കുന്നത്? മുഖ്യമന്ത്രിയല്ലേ? മുഖ്യമന്ത്രിയേക്കാൾ വലിയ ആളാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഇനി മുഖ്യമന്ത്രി അങ്ങനെ കരുതുന്നുവെങ്കിൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല. റിയാസ് പറയുന്നത് BJPയുടെ സംസ്ഥാന അധ്യക്ഷന് വേദിയിൽ ഇടമുണ്ട്, പക്ഷേ മന്ത്രിക്ക്, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് ഇടമില്ല എന്നതാണ് BJP തികച്ചും രാഷ്ട്രീയമായിട്ടാണ്. റിയാസ് അദ്ദേഹത്തിന്റെ അമ്മായിയപ്പനോട് പറഞ്ഞോട്ടെ, ഞങ്ങളോടൊന്നും പറയണ്ടേ. ഇത് ഈ പ്രധാനമന്ത്രിയുടെ പരിപാടികൾക്ക് ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്. ആ പ്രോട്ടോക്കോൾ പ്രകാരം പരിപാടി വന്നിട്ടുണ്ടാവും. ആ പരിപാടിയിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹം പങ്കെടുക്കണം. ഇനി റിയാസും കൂടെ ഉണ്ടെങ്കിലേ പങ്കെടുക്കുമെന്ന് അദ്ദേഹം തീരുമാനിച്ചാൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല. അല്ല, അതിന് ഉത്തരവാണ് ഞാൻ പറഞ്ഞത്. PMOയുടെ പ്രോട്ടോക്കോൾ PMO പാലിക്കും. ഒരു ക്യാബിനറ്റ് മന്ത്രി വരുന്ന സമയത്തുള്ള പ്രോട്ടോക്കോൾ അതിൻ്റെ ആ മന്ത്രിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് പാലിക്കും. ഇത് ഈ രാജ്യത്ത് നടക്കുന്ന കാര്യമാണ്. ഇതിലപ്പുറം വേറൊന്നും ഞങ്ങൾക്ക് പറയാനില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾ കണ്ടു കാണുമല്ലോ, സുരേഷിനെ കുറിച്ച് നമുക്ക് അഗാധമായ
പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയാണ്. ഒരാളെക്കുറിച്ച് എങ്ങനെ സംസാരിക്കണമെന്നും ഏത് രീതിയിൽ അഭിസംബോധന ചെയ്യണമെന്നൊക്കെ കൃത്യമായിട്ടറിയാവുന്ന ഒരു പാഴ് ജന്മമാണ്. അതായത് സംസ്കാരമെന്ന് പറയുന്നത് എന്താണെന്നറിയാത്ത ഒരു വ്യക്തി. അല്ലായിരുന്നുവെങ്കിൽ അവൻ ഇത് കണക്ക് പറയുമായിരുന്നു. ഒരു മന്ത്രി, അതായത് അയാൾക്കും മേളിൽ, അതായത് അവൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിനും മുകളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ അയാൾ വിളിച്ചത് മരുമോൻ എന്നാണ്. കാരണം അവൻ്റെ വിവരക്കേട് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. എന്നെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഒരു BJP പ്രവർത്തകൻ മാത്രമാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു നേതാവെന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ എന്നെ സംബന്ധിച്ചിടത്തോളം BJPയുടെ കേരള സംസ്ഥാനത്തിൻ്റെ, അതായത് ഞങ്ങളുടെ ആരുടെയല്ല, കേരള സംസ്ഥാന BJPയുടെ അണികളുടെ ഒരു നേതാവെന്ന് മാത്രമേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ. പിന്നെ അപ്പം ആ ഒരു ഇതും വ്യത്യാസമുണ്ട്. അതേസമയം ഇവിടുത്തെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും, മലയാളി അല്ലെങ്കിൽ കേരളത്തിൽ കാണുന്ന മുഴുവൻ ജനങ്ങളുടെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ് റിയാസ്. അതിനോടൊപ്പം തന്നെ പിണറായി വിജയൻ്റെ മരുമകനുമാണ് എന്നുള്ളതും നമുക്ക് കാണണം. അത് അവരുടെ കുടുംബകാര്യമാണ്. അതുകൊണ്ട് മരുമോൻ എന്നുള്ള സംബോധന ഔദ്യോഗികമായിട്ട് പിന്നെ സുരേഷിൻ്റെ വീട്ടിൽ ചെല്ലുമ്പം, വിരുന്നിന് വിളിക്കുമ്പം അങ്ങനെ ചെന്ന് വിളിക്കുക, അതായിരുന്നു സുരേഷിനും പിന്നെ രാജീവ് ചന്ദ്രശേഖരനും ഒക്കെ നല്ലത്. കാരണം അവർ പേഴ്സണലായിട്ട് വിളിക്കുമ്പം അവർക്ക് എന്ത് വേണമെങ്കിലും ഒക്കെ വിളിക്കാമല്ലോ. ഇതൊരു പബ്ലിക് കാര്യമായതുകൊണ്ട് അതിൻ്റെ ആവശ്യത്തിന് വിളിക്കുമ്പം മരുമോനെ അല്ല വിളിക്കേണ്ടത്, അതായത് കേരളത്തിൻ്റെ പൊതുമരാമത്ത് മന്ത്രിയാണ് വിളിക്കേണ്ടത്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ക്ഷണിക്കേണ്ടത്. അപ്പം ഇതൊക്കെ രാജീവ് ചന്ദ്രശേഖരൊന്നും അല്ല ചെയ്യേണ്ടത്, അല്ലെങ്കിൽ BJPയുടെ അണികളോ അവരുടെ നേതാക്കന്മാരോ അല്ല ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. പിന്നെ മറ്റൊന്ന്, ഈ രാജീവ് ചന്ദ്രശേഖരൻ എന്തിനാണ് ഈ റോഡ് ഉദ്ഘാടനത്തിന്, അതായത് ദേശീയപാത ഉദ്ഘാടനത്തിന് ഏത് വകുപ്പിലാണ്, ഏത് പ്രോട്ടോക്കോളിൻ്റെ പ്രകാരമാണ് അദ്ദേഹത്തിന് ആ സ്റ്റേജിലിരിക്കാൻ പറ്റിയത്? ഇതൊക്കെ അവർ പറയുമ്പോൾ അവരുടെ ന്യായം, മറ്റുള്ളവർ പറയുമ്പോൾ പിന്നെ അത് ന്യായക്കേട്. അതാണോ അതിൻ്റെ ശരി? താങ്കൾക്ക് ക്ഷണമുണ്ടായപ്പോലും താങ്കൾ അവിടെ പോകാൻ അർഹതപ്പെട്ടവനല്ലായിരുന്നു. താങ്കൾ ഏത് മുൻ മന്ത്രി എന്ന നിലയിൽ താങ്കൾക്ക് താങ്കളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടികൾക്കൊക്കെ പങ്കെടുക്കുന്നതിനകത്തൊന്നും ഒരു വിരോധവുമില്ല. കാരണം ഇത് സർക്കാരിൻ്റെ ഔദ്യോഗിക കാര്യങ്ങളാണ്, രണ്ട് സർക്കാരുകളുടെ കാര്യങ്ങളാണ്. അപ്പോൾ അതിന് ഈ സർക്കാർ കൂടെ തീരുമാനിക്കണമായിരുന്നു ഇവിടെ കൂടെ ദേശീയപാത പോണോ വേണ്ടായോ എന്ന്. അപ്പം രാജീവ് ചന്ദ്രശേഖരെ നിങ്ങളെപ്പോണക്കുള്ള നിങ്ങളുടെ പൂർവ്വ നേതാക്കന്മാരൊക്കെ എന്താണ് ഈ ദേശീയപാതയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളതെന്നൊക്കെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഞങ്ങളത് രാഷ്ട്രീയത്തിൻ്റെ അതീതമായിട്ട് ഞങ്ങളത് ഞങ്ങളുടെ മനസ്സിലൊക്കെ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ എത്രയൊക്കെ എങ്ങനെയൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും അത് ഞങ്ങളുടെ മനസ്സിലുണ്ട്. കാരണം നിങ്ങളൊക്കെ ഈ ദേശീയപാത വേണ്ട എന്ന് ഉറവിളി കൂട്ടത്തിലുള്ള നിങ്ങളുടെ പൂർവ്വ നേതാക്കന്മാരൊക്കെയാണെന്നുള്ളത് രാജീവ് ചന്ദ്രശേഖരൻ മറന്നു പോകരുത്. അപ്പം ഈ ഒരു ഉദ്ഘാടനം വന്നപ്പോൾ അതിൻ്റെ മുന്നിൽ ഞാൻ മുൻ മന്ത്രിയാണെന്ന അവകാശവാദവും പ്രസൻറ്റിലുള്ള മന്ത്രി, അതായത് കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, ആ റോഡിന് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച മന്ത്രിമാരും ഒന്നും ഇവിടെ ഇല്ല. അതിനും പോട്ടെ, അതിനും വേറൊരു രസം, ഇന്ത്യ കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി എന്താണ് ഈ ഉദ്ഘാടനത്തിന് നിങ്ങൾ ക്ഷണിക്കാഞ്ഞത്? അതിന് ആ പ്രോട്ടോക്കോളിൻ്റെ ഭാഗമല്ലായിരുന്നു? പ്രധാനമന്ത്രി മാത്രമല്ല ഇവിടെ ലോകത്തെ മന്ത്രിമാരോ അല്ലെങ്കിൽ ഇന്ത്യ മന്ത്രിമാരോ ഉള്ളത്. ഇങ്ങനെയൊക്കെ വകുപ്പുകളും ഒക്കെ ഉണ്ടെന്നുള്ള ഈ പൊട്ടന്മാർക്ക് ഇത് അറിയത്തില്ലെങ്കിലും ഞങ്ങളെപ്പോണക്കുള്ള ആൾക്കാർക്കൊക്കെ ഞങ്ങളതൊക്കെ ചോദിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് അഹോരാത്രം പ്രയത്നിച്ച മന്ത്രിമാരൊക്കെ വേറെയുണ്ട്. അപ്പം ഇത് ഞങ്ങളെക്കൊണ്ട് പറയിപ്പിച്ചാണ്. അപ്പം രാജീവ് ചന്ദ്രശേഖർ ജി എന്നൊന്നും ഞാൻ വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ജി അത് ഞങ്ങളുടെ ഭാഷാപരമായ ഉള്ള ജി അല്ല. ഞങ്ങൾക്കതിനുള്ള ബഹുമാനം ഞങ്ങളത് അത്രയൊക്കെ ഞങ്ങൾ ഇത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ഞാൻ കാണിക്കാം. ജിയുടെ, അതായത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ വീഡിയോ. അദ്ദേഹം കേന്ദ്ര സർക്കാരിനെ മുഖ്യമന്ത്രിയെ ഉദ്ഘാടനത്തിൽ വിളിച്ചെന്നും ഒക്കെ പറയാൻ ഇയാളാരാണ്?
അപ്പം നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. ദേശീയപാത ഉദ്ഘാടന വിവാദത്തിലെ രാജീവ് ചന്ദ്രശേഖറിന്റെ വാദം തെറ്റ്. മുഖ്യമന്ത്രിയെ ക്ഷണിച്ചത് ഇന്നലെ. പരിപാടി ഉണ്ടെന്ന് മുഖ്യമന്ത്രിയെ അറിയിച്ചത് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയാണ്. മുഖ്യമന്ത്രിയെ ദിവസങ്ങൾക്ക് മുന്നേ ക്ഷണിച്ചിരുന്നു എന്നാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ വാദം. പ്രോട്ടോകോൾ വഴി ചീഫ് മിനിസ്റ്ററിനെ ഇൻവൈറ്റ് ചെയ്തു. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിൻ്റെ ഒപ്പം ആര് വരണം എന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ. മുഖ്യമന്ത്രിക്ക് അറിയാലോ, ഇത് 5, 6, 7 ദിവസം മുമ്പേ മുഖ്യമന്ത്രിക്ക് അറിയാലോ ഇങ്ങനെ പ്രധാനമന്ത്രി വരുന്നുണ്ടെന്ന്. അപ്പോൾ അന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇനിയിപ്പോൾ മുഖ്യമന്ത്രിൻ്റെ ഒപ്പം മരുമകനും വരണമെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു നിർബന്ധം ഉണ്ടെങ്കിൽ 7 ദിവസം മുമ്പേ എഴുതി പറഞ്ഞില്ല? അർജുൻ രാജ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. പൊതുമരാമത്ത് മന്ത്രിയാണ് അർജുൻ. ഇത്തരത്തിൽ മരുമകനും കൂടി വരുന്നുണ്ടെങ്കിൽ വരട്ടെ എന്ന തരത്തിലൊക്കെ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. രാജീവ് ചന്ദ്രശേഖർ ഏതിന്റെ അടിസ്ഥാനത്തിലാണ് ആ വേദിയിലുള്ളത് എന്നാണ് മറുത്ത് ചോദിക്കേണ്ട അവസ്ഥ. എന്തായാലും മുഖ്യമന്ത്രി അറിയിച്ചത് ഇന്നലെയാണ് എന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. രുചീഷ്, ഇക്കാര്യത്തിൽ പ്രോട്ടോകോൾ പ്രകാരമുള്ള അറിയിപ്പ് അത് മുൻകൂട്ടി നൽകേണ്ടതാണ്. പക്ഷേ അങ്ങനെ ഒരു അറിയിപ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഓഫീസ് വിശദീകരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഒരു മെയിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ ഓഫീസിൽ നിന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയക്കുന്നത്. ആ ഘട്ടത്തിലാണ് ഈ ഉദ്ഘാടന വിവരം മുഖ്യമന്ത്രിയും ഓഫീസും അറിയുന്നത് എന്നതുള്ളതാണ് വിശദീകരണം. ഇത് സംബന്ധിച്ച് പ്രോട്ടോകോൾ പ്രകാരം ആരൊക്കെ പങ്കെടുക്കണം, ആരൊക്കെ പങ്കെടുപ്പിക്കണമെന്ന് സംബന്ധിച്ചിട്ടുള്ള ഏതെങ്കിലും തരത്തിലൊരു ആശയവിനിമയം മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് ഒരാഴ്ച മുൻപ് ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് വിവരം നൽകാമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ മാധ്യമങ്ങളും ഒരുപക്ഷെ സംസ്ഥാന സർക്കാരും ഉൾപ്പെടെ ഈ വിവരം കഴിഞ്ഞ ദിവസം മാത്രം അറിയുന്ന നിലയിലേക്കാണ് അതിന്റെ നടപടികൾ കേന്ദ്ര സർക്കാർ നടത്തിയത് എന്നുള്ളതാണ് ശ്രദ്ധേയം. അങ്ങനെയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ വാദങ്ങൾ പൂർണ്ണമായും തെറ്റാണ് എന്ന് പറയേണ്ടിയും വരും. പ്രോട്ടോകോൾ പ്രകാരമാണ് ഇത്തരം കാര്യങ്ങൾ ആദ്യം അറിയിക്കേണ്ടത്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി വരുന്ന ഒരു പരിപാടിക്കകത്ത് പ്രോട്ടോകോൾ പ്രകാരമുള്ള വിവരങ്ങളാണ് ആദ്യം കൈമാറേണ്ടത്. പക്ഷേ ആ രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് വിശദീകരിക്കും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ്. എന്ന് മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഉപരി പ്രത്യേക താല്പര്യമെടുക്കുകയും പണം ചെലവഴിച്ചുമാണ് സംസ്ഥാന സർക്കാർ ഈ സംസ്ഥാനത്ത് ദേശീയപാത വികസനം പൂർത്തിയാക്കിയത്. അതിൽ എഴുതിത്തള്ളാൻ കഴിയാത്ത അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പങ്ക് വഹിച്ച ആൾ കൂടിയാണ് പൊതുമരാമത്ത് മന്ത്രി PM മുഹമ്മദ് റിയാസ്. അദ്ദേഹത്തെ മരുമകൻ എന്ന് മാത്രം വിശേഷിപ്പിച്ചുകൊണ്ട് ഒതുക്കി കളയാനുള്ള ശ്രമമാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. പക്ഷേ അങ്ങനെയല്ല, പൊതുമരാമത്ത് മന്ത്രി കൂടി ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ള ഒരു നയം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ താല്പര്യം കൂടി ഉള്ളതിന്റെ അടിസ്ഥാനത്തിൽ കൂടി നടപ്പാക്കിയ പദ്ധതി എന്ന നിലയ്ക്ക് സംസ്ഥാനം കാണുന്നതാണ് ദേശീയപാത വികസനം. അവിടെയാണ് ഈ രീതിയിലുള്ള ഒരു ആശയവിനിമയം ഇല്ലാത്ത തരത്തിൽ ഈ പദ്ധതി കേന്ദ്ര സർക്കാരിന്റേത് മാത്രമാക്കി നടപ്പാക്കാനുള്ള ശ്രമം നടന്നിട്ടുള്ളത്. ശരി അർജുൻ, എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തി അതിന്റെ പരിപാടികളിലേക്ക് കടക്കുകയാണ്. എന്തായാലും വലിയ തരത്തിലുള്ള ആളുകൾ അവിടെ കൊച്ചിയിലും എത്തിച്ചേരുന്നുണ്ട്. കൊച്ചിയിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ അബ്ദുൾ റഹീം അവിടെ നിന്ന് ഒരിക്കൽ കൂടി ചേരുകയാണ്. അബ്ദുൾ റഹീം, എന്തായാലും വലിയ ആളുകളെ എത്തിച്ചുകൊണ്ട് വലിയ തരത്തിൽ തന്നെ ആ ഉദ്ഘാടന പരിപാടി നടത്താൻ തന്നെയാണ് NDAയുടെ തീരുമാനം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ആളുകൾ എല്ലാവരും തന്നെ, മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ആ പരിപാടി ബഹിഷ്കരിക്കും. അതേസമയം തന്നെ സംസ്ഥാനത്തുടനീളം തന്നെ പ്രതിഷേധ പരിപാടികൾ, പ്രതിഷേധ ഉദ്ഘാടനങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇയാളാണോ ഒരു സംസ്ഥാന മന്ത്രിയെ വിളിക്കാൻ അർഹതപ്പെട്ടവൻ, അല്ലെങ്കിൽ സംസ്ഥാന മന്ത്രിയെക്കുറിച്ച് സംസാരിക്കാൻ അർഹതപ്പെട്ടവൻ ഇയാളാണോ? ഇയാൾ വെറും BJPയുടെ ഒരു സംസ്ഥാന നേതാവെന്ന് മാത്രമല്ല ഉള്ളൂ. ഇയാൾക്കും എത്രയോ മോളെയാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി. ഇയാൾക്കും എത്രയോ മുകളിലാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി. അതൊന്ന് മനസ്സിലാക്കണ്ടേ രാജീവ് ചന്ദ്രശേഖര? നീ ഒരു മുൻ മന്ത്രി എന്നുള്ള നിലയിൽ മാത്രമാണോ നീ അവിടെ ഇരിക്കുന്നത്? എന്ത് വേണ്ടാതീനോ എപ്പോൾ വേണം വിളിച്ചു പറയണമെന്ന് അറിയാൻ മേലാത്ത കുറേ വർഗങ്ങൾ. ഇതാണ് നിങ്ങളുടെ രാഷ്ട്രീയം. ഇതെന്തൊരു ചെറ്റത്തരമായിട്ടുള്ളൊരു രാഷ്ട്രീയമാണ്. പൊതുജനങ്ങളെ ഞങ്ങളൊക്കെ വെറും കഴുതകളായിട്ടാണ് ഇവനൊക്കെ ഇപ്പോഴും കാണുന്നതെന്നാകുന്നത്. ഇവനൊക്കെ 10 പൈസ കയ്യിലുള്ളതുകൊണ്ട് സാധാരണപ്പെട്ട ജനങ്ങളെല്ലാം വെറും കഴുതകളായിട്ടാണ് ഇവനൊക്കെ കാണുന്നതെന്നുള്ളതാണ്. ഇപ്പം ഞങ്ങൾക്കൊക്കെ അത്യാവശ്യം രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആൾക്കാരൊക്കെയാണ് ഈ കേരളത്തിലെ പൊതുജനങ്ങൾ 95-98% ആൾക്കാർക്ക് അത്യാവശ്യം രാഷ്ട്രീയം താങ്കളുടെ പോണക്കുള്ള BJPയിലെ ആയാലും
CPM-നെ ആയാലും കോൺഗ്രസിനെ ആയാലും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ആയാലും ഇവിടുത്തെ പൊതുജനങ്ങൾ പലരും ക്കും അത്യാവശ്യം രാഷ്ട്രീയങ്ങൾ അറിയാം. പക്ഷേ നിങ്ങളുടെയൊക്കെ ഊളത്തരങ്ങളൊക്കെ കേട്ട് നിങ്ങളൊരു നേതാവാണെന്നൊക്കെ പറയാൻ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. താങ്കളല്ലേ പറഞ്ഞത് ശിശുമരണ നിരക്ക് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന്? കാരണം ഇവിടുത്തെ മൈഗ്രേറ്റ് ചെയ്യുന്ന ആൺകുട്ടികളിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ ഇവിടെ കുഞ്ഞുങ്ങളുണ്ടാകാത്തത് കൊണ്ടാണ് ഇവിടുത്തെ ശിശുമരണ നിരക്ക് കുറയുന്നതെന്ന്. ഇത് ഉണ്ടായതിൽ നിന്ന് മരിക്കുന്ന കണക്കാക്കി പറയുന്നത് ശിശുമരണ നിരക്ക്. ഞങ്ങളെപ്പോലൊക്കെയുള്ളവരൊക്കെ അങ്ങനെയാണ് അതിനെ കണ്ടതും കാണുന്നത്. തനിക്ക് ഇല്ലാതെ ഉണ്ടാകുന്ന ഒരു കൊച്ചിനെ കുറിച്ച് നിങ്ങൾ വേവലാതിപ്പെടുമ്പം അപ്പം അതേത് രീതിയിലാണ് ഇല്ലാത്തതിനെ നിങ്ങൾ പിന്നെ ഉണ്ടെന്ന് അംഗീകരിക്കുന്ന ആൾക്കാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ഗൾഫിൽ പോയി ഉണ്ടാക്കിയ കൊച്ചിൻ്റെ കഥയല്ല പറഞ്ഞത്. കേരളത്തിലെ കുഞ്ഞുങ്ങളുടെ മരണനിരക്കിനെ അളക്കുന്ന ഒരു കണക്കാണത് പറഞ്ഞത്. അതായത് ഇവിടുന്ന് അന്നേരം അത് മൈഗ്രേറ്റ് ചെയ്ത ആൾക്കാരുടെ പുറത്ത് കൊണ്ട് വെച്ചു എന്നുള്ളതാണ്. തൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ പിന്നെ കൂടിയ ഭരണം കൊണ്ടൊക്കെയാണ് ഇവിടുത്തെ 80% ആൾക്കാരും, അത് കേരളത്തിലല്ലല്ലോ ഏറ്റവും കൂടുതൽ മൈഗ്രേറ്റ് ചെയ്യുന്നത്, ഗുജറാത്തിൽ നിന്നുമൊക്കെയാണല്ലോ. ഗുജറാത്ത്, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഏറ്റവും കൂടുതൽ യുവജനങ്ങൾ മൈഗ്രേറ്റ് ചെയ്യുന്നത്. അത് താൻ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. കർണാടക അതൊക്കെ 7ാം സ്ഥാനത്തോ 6ാം സ്ഥാനത്തോ അങ്ങാണ്ടാണ് കേരളത്തിലെ യുവാക്കൾ വിദേശ രാജ്യങ്ങളിൽ പോകുന്നതൊക്കെ. 7ാമത്തെ 6ാമത്തെ എങ്ങനെ ഏതാണ്ട് ആ ഒരു കണക്കിലാണ് കേരളത്തിൽ നിന്നും ഇവിടുത്തെ ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യുന്നത്. അതായത് വിദ്യാഭ്യാസത്തിനായാലും തൊഴിലിനായാലും ഇവിടുത്തെ യുവജനങ്ങൾ 7ാം സ്ഥാനത്താണ്. മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് 7ാം സ്ഥാനത്ത് അങ്ങാണ്ടാണ് എന്നാണ് എൻ്റെ അറിവ്. അത് തെറ്റാണോ ഇല്ലയോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. എൻ്റെ ഊഹം വെച്ചാണ് ഞാനത് പറയുന്നത്. ശരിയാകണമെന്നില്ല, എങ്കിലും 1ഉം 2ഉം ഒന്നുമല്ല, ആ സ്ഥാനങ്ങളിലൊന്നുമല്ല കേരളത്തിലെ മൈഗ്രേഷൻ. അതുകൊണ്ട് താങ്കൾക്ക് അതെങ്കിലും മനസ്സിലാക്കണം. താങ്കളൊരു ഉണ്ടാക്കാത്ത കുഞ്ഞിൻ്റെ കണക്ക് പറഞ്ഞിട്ട് അത് ചത്തുപോയെന്ന് പറയുന്ന കണക്ക്, അതേത് രീതിയിലുള്ള, പണ്ടൊരു മുരളീധരൻ ഉണ്ടായിരുന്നൊരു മന്ത്രി, അത് കേന്ദ്രത്തിലെ അങ്ങ് അവിടുത്തെ ക്രൂഡ് ഓയിലിൻ്റെ വില കൂടുമ്പോൾ അതിന് 1% ഇവിടെ കുറയുമ്പോൾ പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില കൂടിയതിൻ്റെ കഥ പറഞ്ഞതാണ്, കണക്ക് പറഞ്ഞതാണ്. അതായത് ഇറക്കുമതിയിൽ 1% അല്ലെങ്കിൽ 10% കുറയുമ്പം അതിൻ്റെ 1% ഇവിടെ കൂട്ടുകയാണെന്ന്. അതെന്ത് കണക്കാണെന്ന് ആർക്കും മനസ്സിലാക്കാത്ത ഒരു കണക്കാണ്. സാധാരണ കുറയുകയാണ് ഇറക്കുമതിയിൽ, നമ്മുടെ സാധനത്തിന് വില കുറയുമ്പം ഇവിടുത്തെ ആൾക്കാരിൽ നിന്ന് ഇവനൊക്കെ പിഴിയുകയാണ്. അദ്ദേഹം തന്നെയാണ്, അത് തന്നെയാണ് സത്യസന്ധമായിട്ടാണ് അത് പറഞ്ഞതെങ്കിലും പക്ഷെ ഞങ്ങൾക്കൊക്കെ കണക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ് അതിനകത്ത് യാഥാർത്ഥ്യം. അപ്പം അങ്ങനെയുള്ള കുറേ മരവാഴകളൊക്കെ ഉണ്ട്. നിങ്ങളൊക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിക്കുക. ചരിത്രം നിങ്ങൾക്ക് അറിയത്തില്ല, അത് വേറെ സത്യം. പക്ഷേ എങ്കിലും ഇപ്പോൾ പ്രസൻറ്റിൽ നടക്കുന്ന ചരിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ നോക്കുക. അപ്പം ഞാൻ ഈ ചെറിയൊരു വീഡിയോ നിർത്തുന്നത്. BJPക്ക് ഭൂഷണമല്ല ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത്. നിങ്ങൾ ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇലക്ഷനെ നേരിടേണ്ടി വരുന്ന പരാജയങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ്. അപ്പം അത് ഞങ്ങളൊക്കെ അത് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളെ ഏത് രീതിയിൽ വിജയിപ്പിക്കണമെന്നും തോൽപ്പിക്കണമെന്നും ഒക്കെ. അപ്പം മനുഷ്യനായിട്ടും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയെ അല്ല, ഒരു സർക്കാരിനെ സർക്കാരായിട്ട് കാണാൻ നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. നിങ്ങളെക്കൊണ്ടൊന്നും ആകുകയില്ല ഇവിടെ. ഇപ്പോൾ നിലവിൽ ഈ 5 വർഷം കഴിയാതെ നിങ്ങളെക്കൊണ്ടൊന്നും ആകത്തില്ല. അപ്പോൾ ആ 5 വർഷം കഴിയുമ്പോൾ നമുക്ക് വീണ്ടും பார்க்கலாம். ടാറ്റാ, ബൈ ബൈ.